ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോൾഡൻ ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കറക്റ്റ് ഒരു ചൈനീസ് ഫ്ലേവർ തന്നെയുള്ള ഒരു ചൈനീസ് ടൈപ്പ് മിക്സഡ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പം ഇത് വളരെ നല്ല എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാഷ് ചെയ്തിട്ടുള്ള 2 കപ്പ് അരി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിനെ ഞാനൊരു ബൗളിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് 2 കപ്പ് റൈസിന് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് സോക്ക് ചെയ്യാൻ വെക്കാൻ. അപ്പം ഇതിനെ സോക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു അബൌട്ട് 30 മിനിറ്റ്സ് എങ്കിലും ഇതിനെ സോക്ക് ചെയ്ത് വെക്കണം. മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കൊരു വലിയ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് 8 കപ്പ് വെള്ളം ഒഴിക്കാം. അത് നമുക്ക് ഈ റൈസിനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം ഇത് ബിരിയാണി പോലെയല്ല, ഇത് നല്ലതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെള്ളവും നമ്മൾ റൈസും സെപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ 8 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 8 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കിടക്കണത്. അപ്പം നല്ലതായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് ഇടാം. റൈസ് ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. കാരണം ഇട്ട് കഴിഞ്ഞിട്ടും ആ റൈസും വെള്ളവും കൂടെ ഒരുമിച്ച് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിനെ മീഡിയം ഫ്ലെയിമിലിടാം. അതിനുശേഷം നമുക്കതിനൊരു 5-10 മിനിറ്റ് ഒരു 80% വേവിന് വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഹൈ ഫ്ലെയിമിൽ നമ്മുടെ റൈസും വാട്ടറും നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നമ്മളിപ്പോൾ മാറ്റില്ലേ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് 3 ടീസ്പൂൺ ഉപ്പ് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിപ്പം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി, സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഓയിലും ഉപ്പും പിന്നെ റൈസും തമ്മിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിനി അഡീഷണലി ഫ്രൈഡ് റൈസ് ഉപ്പ് നമ്മൾ എങ്ങും വലുതായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം ഇതാണ് മെയിൻലി നമ്മുടെ ഫുൾ ഫ്രൈഡ് റൈസിന് മെയിൻലി സോൾട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതലിടാം. അപ്പം ഞാനിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒരു 80% വേവാൻ കാണാം. ഞാൻ അതിനെ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ട് ആ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് അരിപ്പയൊക്കെ വെച്ച് നല്ലതായിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. റൈസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള മുട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണം. അപ്പം അതിനുശേഷം എണ്ണ നല്ലതായിട്ട് ചൂടാകാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിതിനകത്ത് 5 മുട്ടയാണ് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ 6 ആക്കാം, 4 ആക്കാം. പക്ഷെ കുറഞ്ഞു പോയാൽ പിന്നെ ഫ്രൈഡ് റൈസിൽ അത് കാണാൻ എടുത്തിരിക്കത്തില്ലായിരിക്കും. അപ്പം അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് 2 പിഞ്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ പെപ്പറും ഇടുന്നുണ്ട്. പൊടിച്ച കുരുമുളക് പൊടി തന്നെ ഞാൻ ഇടുന്നത്, ക്രഷ്ഡൊന്നുമില്ല. അപ്പം അതും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലതായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട അതിന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ പരിപാടിയിലിട്ട് പോകാം. ഇതാണ് നമ്മൾ ആ ഫ്രൈഡ് റൈസിട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ ബാക്കി മിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഓയിൽ ചൂടാകാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ചൂടായതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത് 4 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. നല്ല ഫൈനായിട്ട് ചെറുതായിട്ട് സ്ലിമ്മായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ഇടുന്നത്. അപ്പം അത് നമുക്ക് ഇട്ടതിന് ശേഷം അതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വരട്ടിയെടുക്കുമല്ലോ, ഇതിനെ ഇങ്ങനെ സ്പീഡിലൊന്ന് ഓൾമോസ്റ്റ് ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ ചൈനീസ് ഡിഷ് എന്ന് വെച്ചാൽ മെയിൻലി അങ്ങനെ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന വരട്ടിയെടുക്കൊന്നും വേണ്ട, എല്ലാം ഹൈ ഫ്ലെയിമാണ്. പിന്നെ അതിനായിട്ട് 1 കപ്പ് ക്യാരറ്റ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 കപ്പ് ക്യാബേജ്, ഇത് രണ്ടും നമ്മൾ നല്ലതായിട്ട് ഒരു ഫ്രൈഡ് റൈസിന് വേണ്ട പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ അരിഞ്ഞതെന്ന് വെച്ചാൽ ക്യാബേജ് എന്നല്ല സ്ലിമ്മും അതുപോലെ തന്നെ തിന്നുമായിട്ടാണ് അരിഞ്ഞത്. ക്യാരറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു ക്യൂബ് പോലെയാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെ രണ്ടിനെയും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം ഹൈ ഫ്ലെയിമിൽ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് 1 കപ്പ് ബീൻസ് അതും കൂടെ ഇട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാമെന്ന് കണ്ടിന്യൂ ചെയ്യാം. അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഓപ്ഷണലാണ്, പക്ഷേ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ സ്മെല്ലും നമുക്ക് തരും. അപ്പം ഇതിനെ എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടും.
ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ടില്ല, ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ എല്ലാ സൈഡിലും നമ്മൾ നല്ലതായിട്ട് പിടിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് സൈഡിൽ ഒട്ടിയിരിക്കുക അങ്ങനെ വരല്ലേ. കാരണം അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഫ്രൈങ് പാൻ തന്നെ എടുക്കണം. കാരണം ഇത് ഒട്ടിപ്പോയാൽ ഒട്ടും ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല പാൻ തന്നെ എടുക്കണം. അപ്പോൾ എല്ലാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് നമ്മൾ മുമ്പ് ഷ്രെഡ് ചെയ്ത് വെച്ച് മുട്ട അതിനെയും കൂടെ ഞാൻ നല്ലതായിട്ട് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെക്കൊന്നും വേണ്ട. ഫ്രൈഡ് റൈസിന് നമ്മൾ ബിരിയാണി പോലെ ടോപ്പിങ്സ് അങ്ങനെയൊന്നും വെക്കുന്നൊന്നുമില്ല. അപ്പം മുഴുവൻ മുട്ടയും നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മുട്ട ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ മിക്സഡ്. അപ്പോൾ ചിക്കനും വേണം. ചിക്കൻ്റെ കാര്യം ഞാൻ മറന്നുപോയ കാണിക്കാൻ. ഇപ്പം ഒന്നുമില്ല, നമ്മളതിനെ ഒരു പാത്രത്തിലിട്ട് ഇച്ചിരി ഉപ്പും പെപ്പറും ഇട്ട് നല്ലതായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തേ ഉള്ളൂ. അതൊന്ന് വെന്ത് വരുന്ന പരുവായപ്പം. എന്നിട്ട് അതിനെ ഞാൻ ഒന്ന് മിക്സിയിലിട്ടടിച്ച്, കാരണം എനിക്ക് ഒത്തിരി വലിയ പീസായിട്ടുള്ളത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഷ്രെഡ് ചെയ്ത്. അതിന് ശേഷം നമുക്ക് മുമ്പത്തെ നമ്മുടെ മിക്സിലോട്ട് ഇതിനെ കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇത് ചിക്കനും പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനോട് കുറച്ച് ബീഫ് ഇടുന്നുണ്ട്. ബീഫും ഇങ്ങനെ തന്നെ നമ്മൾ ചിക്കൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെയാണ്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പെപ്പറും ഇട്ട് ബോയിൽ ചെയ്തെടുത്തു. എന്നിട്ട് അതിന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. അത് മിക്സിയിലടിക്കാത്തതെന്ന് വെച്ചാൽ ഭയങ്കര ഇതായിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ അതിന് നൈഫ് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പെപ്പറിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമുക്ക് 2 ടീസ്പൂണോളം മതി. ഉപ്പ് നിങ്ങൾക്ക് വേണ്ടത്ര മതി. അപ്പോൾ നിങ്ങൾക്കറിയാം, ചുമ്മാ വെള്ളത്തിയിട്ട് വേവിച്ചാൽ മതി. പക്ഷേ ബീഫിൻ്റെ കാര്യമായിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ ഇട്ടിട്ട് കുക്കറിലിട്ടെടുക്കുമായിരുന്നു ഞാൻ. ഒരു 2 വിസിലടിക്കുന്ന അത്ര മതി നമുക്ക്, കാരണം നല്ലടി വെന്താൽ മതി. ബാക്കി പാനിക്ക് കിടന്നത് വെന്തോളും. അപ്പം എൻ്റെ ബീഫിന് 2 വിസിൽ മതി. നിങ്ങളുടെ ഓരോ സ്ഥലത്തെയും ബീഫിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വെന്തെടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഫ്ലേവറിങ്ങിനുള്ള സാധനം ചെയ്യും. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ 4 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ സോയാ സോസാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു പുള്ളിയുടെ പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോൾട്ട് കുറഞ്ഞെന്ന് തോന്നിയിട്ട് സോയാ സോസ് ഇട്ടാലും മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ സോയാ സോസും ഇല്ലാതെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നല്ല ചില്ലി ഗാർലിക് സോസ് എന്നൊക്കെ കഴിക്കാം. ഞാൻ 4 ടീസ്പൂൺ, നമ്മൾ മുമ്പത്തെ കണക്ക് തന്നെയാണ്, പക്ഷേ ടീസ്പൂണാണ് ചില്ലി സോസാണെന്നേ ഉള്ളൂ. അപ്പോൾ ചില്ലി സോസും 4 ടീസ്പൂൺ. നിങ്ങൾക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണം തോന്നിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടാം. അപ്പം ഇതിനെയും നമുക്ക് നമ്മുടെ മിക്സ്ചറിലോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യും. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ മുമ്പ് വെള്ളം നമ്മൾ ബിരിയാണി റൈസ് വേവിക്കാൻ എടുത്ത ആ പാത്രത്തിലോട്ട് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് മുമ്പത്തെ നമ്മൾ അത്ര നേരം നല്ലതായിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ മിക്സർ നമുക്ക് ആ പാനിലോട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമ്മൾ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച റൈസ് ഞാൻ 2 ആയിട്ടാണ് വെച്ചത്. അപ്പോൾ ആ റൈസിനെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്രയും റൈസ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നല്ലതായിട്ട്. എൻ്റെ റൈസും മിക്സിനും തമ്മിൽ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ബാക്കി ഇരിക്കുന്ന റൈസും കൂടെ ഇടുവാണ്. ഞാനത് 2 പ്ലേറ്റ് വെച്ചതേ ഉള്ളൂ, പക്ഷേ നമ്മുടെ 2 കപ്പ് റൈസ് തന്നെയാണത്. അപ്പം ഇതിനെയും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സിങ് തന്നെയാണ്. അപ്പം നിങ്ങൾ നല്ലതായിട്ട് അത് ഒട്ടിപ്പോകാതെയും അതുപോലെ തന്നെ ഇതൊന്നും ചെറുതാവാതെയും നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിലാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ ആ റൈസ് ഇച്ചിരി ഓവർ കുക്ക് ആയാലും കുഴപ്പമില്ല. അതിങ്ങനെ ചൂടാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെറുതാകും, കറക്റ്റ് ആ ഒരു ഫ്രൈഡ് റൈസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിപ്പോൾ നല്ലതായിട്ട് ഓൾമോസ്റ്റ് മിക്സായി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കറക്റ്റ് നമ്മൾ ആ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ ലുക്കുണ്ട്. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ മിക്സിങ്ങിന് ശേഷം നമ്മൾ അതിനെ ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കറക്റ്റ് ഒരു ഹോട്ടൽ ഫിനിഷ് തന്നെ നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂട്ടത്തിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കും.